ഇറാന് പിന്നാലെ ക്യൂബയാണ് തന്റെ ലക്ഷ്യമെന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞിരുന്നു. പലരും കരുതിയത് ക്യൂബ തകർന്ന് തരിപ്പണമായിരിക്കുന്ന രാജ്യം, അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം, കമ്മ്യൂണിസ്റ്റ് രാജ്യം, ഈ രാജ്യം പിടിച്ചെടുത്താൽ എന്ത് സംഭവിക്കും എന്ന് പലരും ചിന്തിച്ചിരുന്നു. പക്ഷേ അത് സംഭവിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ചൈനയെ സംബന്ധിച്ച് അതത്ര ആശ്വാസകരമായ കാര്യമല്ല. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അമേരിക്കയുടെ ചാരക്കണ്ണുകൾ ഈ മേഖലയിൽ പറന്നു പൊങ്ങുമ്പോൾ അത് ലക്ഷ്യമിടുന്നത് ചൈനയെ തന്നെയാണ്. US-ന്റെ MQ-4C ട്രൈറ്റൺ എന്ന് പറയുന്ന ഡ്രോൺ ഈ മേഖലയിൽ ക്യൂബയുടെ വടക്കു പടിഞ്ഞാറൻ തീരങ്ങളിൽ സ്ഥിരമായി നിരീക്ഷണം നടത്തുന്നു. പനാമ കടലിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന കപ്പൽ പാതയാണ് ഇത് ലക്ഷ്യം വെക്കുന്നത്. ക്യൂബയ്ക്കും ജമൈക്കയ്ക്കും ഇടയിലുള്ള ഈ കടലിടുക്ക് ക്യൂബ, വെനസുല, ഇറാൻ, മലേക്ക, ഈ മലേക്ക കടലിടുക്കാണ് കൂടുതലായി ലക്ഷ്യം വെക്കുന്നത്. അതായത് ചൈനയിലേക്ക് എണ്ണ കൂടുതലായി എത്തുന്ന ഒരു പാത. ആ പാതയാണ് ഇപ്പോൾ അമേരിക്ക നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇറാൻ വലിയ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാനിൽ നിന്ന് 40-45% ചൈനയിലേക്ക് എണ്ണ എത്തിക്കൊണ്ടിരുന്നിടത്താണ്. പക്ഷെ ഇപ്പോഴും ചൈനയിലേക്ക് എണ്ണ എത്തുന്നു. ആ വഴികൾ ഏതെന്ന് തിരയുന്നതോടൊപ്പം തന്നെ ഈ വഴികൾ അടയ്ക്കുക, അതായത് മുൻപ് ഇന്ത്യക്ക് താരിഫ് ഉയർത്തി റഷ്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി ഇന്ത്യയിലേക്കുള്ള എണ്ണ വരവ് കുറപ്പിച്ചു കൊണ്ടുവന്നില്ല, നിർത്തിച്ച് നമ്മളൊരു പ്രതിസന്ധിയിലാക്കാൻ അമേരിക്ക നടത്തിയ ശ്രമത്തിന് സമാനമായി തന്നെ ചൈനയിലേക്കുള്ള എണ്ണ തടയുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലാക്ക കടലിടുക്ക് വഴിയുള്ള ഏത് നീക്കവും നിരീക്ഷിക്കപ്പെടും. ഇത് ചൈനയുടെ കിഴക്ക് ഭാഗം വരെ ഈ നിരീക്ഷണം നീങ്ങുന്നു എന്ന് തന്നെ ആണ് പുറത്തു വരുന്ന വാർത്തകൾ. അങ്ങനെയെങ്കിൽ ഇറാന് ശേഷം അമേരിക്ക തിരിയുന്നത് ക്യൂബ വഴി ചൈനയിലേക്ക് തന്നെയാകും. ചൈനയുടെ എണ്ണ ഗതാഗതം, അതായത് എണ്ണപ്പാതകളെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നിരവധി രാജ്യങ്ങൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ. ഇതെല്ലാം തന്നെ ചൈനയിലേക്ക് വലിയ രീതിയിൽ എണ്ണ എത്തുന്ന രാജ്യങ്ങളാണ്. ഇല്ലെങ്കിൽ എത്തിക്കുന്ന കപ്പൽ പാതകൾ അനവധിയുണ്ട്. ആ പാതകളിലൊക്കെ തടസ്സം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചാര വിമാനങ്ങൾ വഴിയുള്ള നിരീക്ഷണവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.